പാലക്കാട് പി.കെ. ദാസ് ആശുപത്രിക്കും മെഡിക്കൽ കോളേജിനും നേരെ IS ഭീഷണി സന്ദേശം. ഉച്ചയ്ക്ക് 1:30 സ്ഫോടനം നടത്തുമെന്നാണ് ഇമെയിൽ സന്ദേശം. ഭീഷണി സന്ദേശം ലഭിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ മെയിലിലേക്കാണ്. ഓപ്പറേഷൻ സിന്ധൂറിലുള്ള പ്രതികാരമെന്നും മെയിലിൽ വ്യക്തമാക്കുന്നുണ്ട്. രാവിലെ 9:40 മെയിലിൽ ഭീഷണി സന്ദേശം എത്തുന്നത്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ഈ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം, അതിന്റെ ആധികാരികത എത്രത്തോളമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? നിലിമ, ഇപ്പോൾ ഈ പി.കെ. ദാസ് ആശുപത്രിയിൽ പോലീസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഷൊർണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആശുപത്രിയിൽ വിവിധയിടങ്ങളിൽ നിർത്തിയിട്ടുള്ള കാറുകൾ, മറ്റ് ആശുപത്രിയിലെ മുറികൾ എല്ലാം ഡോഗ് സ്ക്വാഡ് പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പോലീസ് ഇപ്പോൾ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഇതൊരു വ്യാജ ഭീഷണി ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നതാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അറിയിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ ഒരു 9:40 ഈ പി.കെ. ദാസ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഇമെയിലിലേക്ക് ഭീഷണി സന്ദേശം എത്തുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ദ പാകിസ്ഥാൻ ISI സെൽസ് ഇൻ കോയമ്പത്തൂർ ഹാവ് ചോസൺ യുവർ കേരള കോളേജ് ഫോർ ദ ഹോളി ബ്ലാസ്റ്റ്. ഇന്ത്യ ഹാസ് ഡോൺ ഓപ്പറേഷൻസ് സിന്ധു. നൗ പാകിസ്ഥാൻ ISI with the help of DMK High Command's Karachi help will make Kerala pay. We don't want to spoil future of children. Evacuate students by 1:50 PM. അല്ലാഹു അക്ബർ, സൈന ആർ LTTE എന്ന തരത്തിലാണ് ഇതിൽ ഇമെയിലിൽ പറയുന്നത്. ഗ്രാമർ പരമായിട്ടൊക്കെ വളരെ മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ എഴുതിയിരിക്കുന്നതിൽ. എങ്കിലും നേരത്തെയും സമാന രീതിയിൽ പാലക്കാടാണെങ്കിൽ കളക്ടറേറ്റിനും അതുപോലെ തന്നെ റവന്യൂ ഓഫീസിന് നേരെയൊക്കെ ഭീഷണികൾ ഉണ്ടായിരുന്നു. അതിലും സമാന രീതിയിൽ തെറ്റായ ഗ്രാമർ പ്രയോഗിച്ചുകൊണ്ടുള്ള ഭീഷണി സന്ദേശങ്ങളാണ് അവിടെയൊക്കെ വന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിലും കാണുന്നത്. ഒരു തെറ്റായ രീതിയിലുള്ള ഗ്രാമർ പ്രയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലുള്ള പ്രതികാരവും DMKയുടെ എന്തായാലും ഒരു ഭീഷണി സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റണമെന്നടക്കം ഈ സന്ദേശത്തിൽ ഉണ്ടല്ലോ. അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നടപടികൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? നിലിമ, ഇതിൽ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ ആണെങ്കിലും അല്ലെങ്കിൽ ആശുപത്രി ഉണ്ട്, അവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള രോഗികളെ ആണെങ്കിലൊക്കെ ഒഴിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് കഴിയാത്ത ഒരു സ്ഥിതിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാലക്കാട് കളക്ടറേറ്റിലും അതുപോലെ തന്നെ റവന്യൂ ഓഫീസിലൊക്കെ ഇതേപോലെ ഭീഷണി സന്ദേശങ്ങൾ, ബോംബ് ഭീഷണി ഉണ്ടായ സമയത്ത് അവിടെ ആളുകളെല്ലാം, ജീവനക്കാരെയൊക്കെ പുറത്തേക്ക് ഇറക്കിയതിന് ശേഷമായിരുന്നു അന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡൊക്കെ പരിശോധന നടത്തിയിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് കഴിയാത്ത ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. എങ്കിലും ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഇന്ന് രാവിലെ ഒരു 9:40 ഇത്തരം ഒരു ഭീഷണി ഇമെയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ DMKയുടെ ഉന്നതർ എന്നൊക്കെ പറയുന്നു കോയമ്പത്തൂരിലെ ശാഖ എന്ന് പറയുന്നു. കോയമ്പത്തൂരാണെങ്കിൽ നേരത്തെയും ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ള മേഖലയാണ് കോയമ്പത്തൂർ. ഗ്യാസ് ബോംബ് സ്ഫോടനം നടന്ന ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് ബോംബ് സ്ഫോടനം നടന്ന പ്രദേശമാണ് കോയമ്പത്തൂർ എന്നുള്ളത്. മാത്രമല്ല തിരുപ്പരംകുன்றത്ത് ഉൾപ്പെടെ നടക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ കൂടി ലിങ്ക് ചെയ്തിട്ടാണ് ഈ മെയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ ബോംബ് ഭീഷണിയും ഭീഷണി മെയിലുകളും ഒക്കെ വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉറവിടം എന്താണ്, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൽ വിശദമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഉൾപ്പെടെ അടുത്തിടെ സ്ഫോടനം നടന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലായതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായിട്ട് പോലീസ് കാണേണ്ട വിഷയമാണ് എന്നുള്ളതിൽ സംശയമില്ല. നിലവിലേതായാലും ഇതൊരു വ്യാജ ബോംബ് ഭീഷണി ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അരുൺ, പാലക്കാട് പി.കെ. ദാസ് ആശുപത്രിക്കും മെഡിക്കൽ കോളേജിനും നേരെ IS ഭീഷണി സന്ദേശം. വിവരങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.